Namaskaram. Music has the power to bring about a smile on everybody's face. ഒരു ചെറുപുഞ്ചിരി നിങ്ങൾക്ക് സമ്മാനിക്കാനായി വീണ്ടും ഞങ്ങൾ എത്തിയിരിക്കുകയാണ് സൂപ്പർ സ്റ്റാറിന്റെ മറ്റൊരു സംഗീത വേദിയിലേക്ക്. ഇന്നത്തെ വാശിയേറിയ മത്സരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് let me take the honor of welcoming the dear judges we have here. Welcome judges. അടുത്തതായി നമ്മുടെ ബാക്ക് ബോൺ ആയ മ്യൂസിക് ഐഡിയിലെ എല്ലാ ചേട്ടന്മാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ തേർഡ് സ്റ്റേജിലെ ഡുവറ്റ് സോങ്സ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് സോങ്സ് റൗണ്ടിലെ പെർഫോമൻസസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഫസ്റ്റ് പെർഫോമർ ശ്രീരാജ് ആണ്. ശ്രീരാജിന്റെ തേർഡ് സ്റ്റേജിലെ അവസാന പെർഫോമൻസ് ആണിത്. സോ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീരാജിനെയും പാർട്ട്ണറെയും ഓൺ ടു ദ സ്റ്റേജ് ഓഫ് സൂപ്പർ സ്റ്റാർ. ഹായ്, ഡുവറ്റ് റൗണ്ടിൽ എൻ്റെ കസിൻ സിസ്റ്ററായ രാഗപ്രിയയോടൊപ്പം ഞാൻ പാടാൻ പോകുന്നത് എ.ആർ. റഹ്മാൻ സാറിൻ്റെ ഉപ്പുക്കരുപാട് ഉറവച്ച സോട് എന്ന ഒരു പാട്ടാണ്. മുതൽ വന്ന് എന്ന ഫിലിമിലെ ഒരു വളരെ മനോഹരമായ ഒരു പാട്ടാണ്. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ஊட்டிவிட நீ புதும் எனக்கு முத்தமிட்ட நெத்தியில மார்புக்கு மெத்தியில செத்து விட தோணரு எனக்கு. உப்பு விடுபாட ஊற வச்ச சோற ஊட்டிவிட நீ புதும் எனக்கு முத்தமிட்ட நெத்தியில மார்புக்கு மெத்தியில செத்து விட தோணுதடி. Gola 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 gola. சேத்துக்குள்ள என் கூட சகதி கூத்து அடுத்தை தை 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 அடி ஒத்த துணி உடுத்து குளிப்போமா வெட்கம் தள்ளி வை வை வாழை இலையில ஒன்னா விருந்த வை 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 வயசு செய்வையெல்லாம் செய் 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 கொலக்க 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 கொல 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 கொலக்கல உப்புக்கரு பாட ஊற வச்ச சோற ஊட்டிவிட நீ போதும் எனக்கு முத்தமிட்ட நெத்தியில மார்புக்கு மெத்தியில செத்து விட தோணுதடி. தேன்மொழியே
அத்தனை அழகையும் மெய்யா கையில் வை 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 நெஞ்சுக்குள் கேக்குது தே 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 அதுக்குள்ள மறுபடி செய் 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 18 வயசு செய்வையெல்லாம் செய் 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 உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட வேணுமா உமக்கு முத்தமிட்டு மெத்தியில மார்புக்கு மெத்தியில செத்து விட தோணுதா உமக்கு பக்கரபாடு ஊற வச்சு சோற ஊட்டி விட நீ போதும் எனக்கு முத்தமிட்ட நெத்தியில மார்புக்கு மெத்தியில செத்து விட தோணுதடி கரமேல ஒரு ஓனார் பிடிப்போமா காக்கா கடி கடிச்சு சிறுமாங்கா திம்போமா கோலா 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 ശ്രീരാജ്, അഭിരാമി. തേർഡ് സ്റ്റേജിലെ ലാസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. കസിൻ സിസ്റ്റർ ആണല്ലേ സപ്പോർട്ട് ചെയ്യാനെത്തിയത്? അതെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി തരൂ. രാഗ എന്നാണ് പേര്. എറണാകുളത്താണ് വീട്. എന്താ ചെയ്യുന്നത് രാഗ? എഞ്ചിനീയറിംഗ് ചെയ്യുന്നു, സെക്കൻഡ് ഇയർ. സിനിമയിലൊക്കെ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു നിങ്ങളുടെ ഈ പെർഫോമൻസ്. നമുക്ക് മ്യൂസിക്കാലിറ്റിനെ പറ്റി ചോദിച്ചു നോക്കാം ജഡ്ജസിനോട്. ശരത് സർ. ശ്രീരാജ് സർ, നല്ല രസമുള്ള പാട്ട് നിങ്ങൾ നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഒരു പെർഫെക്ഷൻ ലെവൽ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കുറച്ചും കൂടെ ആവണം കേട്ടോ. അപ്പോൾ പെർഫെക്ഷൻ കുറച്ചും കൂടെ ആവാം കേട്ടോ. ശ്രുതിയൊക്കെ ആ മേലി പിടിക്കുമ്പോൾ അന്ന് കൃത്യമായിട്ട് എത്തണം അവിടെ. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സുഖം വരും. ചിലതൊക്കെ ശ്രീരാജ് പാടി കുറേ സുഖം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ശങ്കർജി പാടിയ അത്രയും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കുറേ ഏരിയ. പിന്നെ ചരണം അവിടെ ഒരു എന്താണ് ഒരു ഫസ്റ്റ് ചരണത്തിൻ്റെ ഒരു കൺഫ്യൂഷൻ സാർ ഇടയ്ക്ക് ബ്ലാങ്ക് ആയിപ്പോയി. ഇടയ്ക്കൊന്ന് മൈൻഡ് ബ്ലാങ്ക് ആയി പോയായിരുന്നു. മൈൻഡ് ബ്ലാങ്ക്. ഞാൻ അന്നേ പറഞ്ഞു മനസ്സിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അപ്പുറത്തെ തോട്ടത്തിലെങ്ങാണ് വെച്ചിട്ട് ഇതിനകത്ത് കയറിയാൽ മതി. എന്താണ് ശ്രീരാജനെ അലട്ടുന്ന പ്രശ്നം? വല്ല പ്രേമോ? പ്രശ്നമൊന്നുമില്ല. നിന്നെ കണ്ട് മൊത്തം ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ മോനെ. ഇല്ല, സത്യമാണോ? ഞാനൊരു ആന ഇടാൻ പറഞ്ഞ ഇടുവോ? ഇവിടെ ശ്രീരാജിന്റെ കോ കണ്ടസ്റ്റൻസ് ഇരുന്ന് ഇത്തിരി ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്ന് ചോദിക്കുമ്പോ ചുമ്മാ ആക്കാനായിട്ടാണ് ചിരിക്കുന്നത്. ആണോ? ആക്കി ചിരിച്ചതാ അവര്. ആണോ? പക്ഷെ ശ്രീരാജ് അങ്ങനെയൊന്നുള്ള പയ്യനല്ല എന്ന് ഞാൻ പറയത്തില്ല. ചില ഉടായ്പകളൊക്കെ ഉണ്ട്. പക്ഷെ ആ തരികിട തത്തിക്കിണതും തിക്കിണതും കിണതും കിണതും താ തീ 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 തായി പണ്ടാരടങ്ങരുത്. അതൊരു കണക്കോടെ വൃത്തിയായിട്ട് പോട്ടെ കേട്ടോ. എന്താണെങ്കിലും നമ്മുടെ കോൺസെൻട്രേഷൻ കളയുന്ന വിധത്തിൽ ഒരു കാര്യവും എടുത്തുകൊണ്ട് നടക്കരുത്. നിങ്ങളുടെ പാട്ടുകാരുടെ അടുത്ത് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ പ്രായമാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള എതിരാളി എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതെല്ലാം വലിയ തമാശയായിട്ട് തോന്നി. നമ്മൾ ചുമ്മാ അത് ലാഫിങ് ഗ്യാസ് ശ്വസിച്ചോണം ഭയങ്കരമായിട്ടൊക്കെ ചിരിക്കും നമ്മൾ. അതൊരു പരുവ എത്തുമ്പോൾ. അപ്പോൾ എനിക്കും അൽഫോൺസിനൊക്കെ ആ പ്രായമാണ്. അപ്പോൾ ശ്രീരാജ് നന്നായി. എനിക്ക് ഇഷ്ടപ്പെട്ടു ശ്രീരാജ് പാടി കേട്ടോ. അത് രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. ഇതാരാണ്? എൻ്റെ കസിൻ സിസ്റ്ററാണ്. ആ, എന്ത് ചെയ്യുന്നു സിസ്റ്റർ? എഞ്ചിനീയറിംഗ് പഠിക്കാൻ. 5ാം ക്ലാസ്സിലാണ് എഞ്ചിനീയറിംഗ്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ അല്ലേ? കറക്റ്റായിട്ട് പറയാത്തില്ല. എന്ത് ചോദിച്ചാൽ ആരാ പാടിയ? ശങ്കരൻ എന്ന് പറഞ്ഞിട്ട്. സാർ കവിത മാമും കൂടി പാടിയിട്ടുണ്ടായിരുന്നു. ആ, അത് കുഴപ്പമില്ല. എനിക്ക് അറിയേണ്ടത് അതിലെ മെയിൽ വോയിസ് ആരാണ് എന്നാണ്. കറക്റ്റാണോ? ശ്രീരാജിന് വേറെ എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടോ? ഉണ്ടോ? ചോദിക്ക്. മാർക്ക് ചോദിച്ചാൽ മതിയോ? അത് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നണില്ല. തോന്നത്തില്ല. കാര്യം ആ പ്രായം അതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാലും എല്ലാ നന്മയും ഉണ്ടാവട്ടെ രണ്ടുപേർക്കും, കസിൻ സിസ്റ്ററിനും ശ്രീരാജനും. നിങ്ങൾക്ക് എന്തൊക്കെയാലും ശ്രീരാജന് നല്ലൊരു ഭാവി ഉറപ്പായിട്ടുണ്ട്. ശ്രീരാജ് അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അതിന് എത്രത്തോളം ഇത് ഒരു 100% ആത്മാർത്ഥതയോടെ സംഗീതം അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു അതുപോലെ ഇരിക്കും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. അൽഫോൺസ് ചേട്ടാ. കൊള്ളാം. നല്ലൊരു സോങ്, നല്ല എനർജറ്റിക് ആയിട്ടുള്ള സോങ്. ഇങ്ങനെ
അതിൻ്റെ എനർജി അറിയണമെങ്കിൽ ശരിക്കും ആ ഡാൻസേഴ്സ് ഇവിടെ കളിച്ച് രണ്ടുപേരെ നോക്കിയാൽ മതി, ഈ പാട്ടിൻ്റെ കറക്റ്റ് എനർജി അറിയാൻ പറ്റും. ഓഹ്, ഇതെങ്ങനെ കളിക്കാൻ പറ്റുന്നത്? ഞങ്ങളിവിടെ ഇരുന്ന് ഇങ്ങനെ ആ ഒരു അതെ. അപ്പോൾ ശ്രീരാജ്, എനിക്ക് കുറേ ഭാഗങ്ങൾ ഇഷ്ടമായിരുന്നു. എനിക്ക് ആകെ കൂടെ എനിക്കൊരു എന്താ പറയുക, അഭിപ്രായ വ്യത്യാസം വന്നത് അനുപല്ലവിയിലാണ്. ആ തുടക്കത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ എന്തോ കൈവിട്ട് ഇങ്ങനെ നിലവത്ത് അഴിച്ചുവിട്ട കൊഴിയെ പോലെ ഇങ്ങനെ ഇങ്ങനെ നിന്നു. പിന്നെ തിരിച്ചു കയറി സംഭവം കാര്യത്തിലേക്ക് കടന്നു. തുടക്കം എനിക്ക് തോന്നിയത് ശ്രീരാജിൻ്റെ വോയിസിന് വളരെയധികം സൂട്ടാവുന്നൊരു പാട്ടാണിത്. പിച്ച് റേഞ്ചിലും ഇത് വളരെയധികം ഷൂട്ടാവുന്നുണ്ട്. പക്ഷേ ശങ്കർജിയുടെ വോയിസിലുള്ള ഒരു സ്ട്രെങ്ത്, ഒരു പവർ ഉണ്ടല്ലോ, ചുമ്മാ ഒരു ലൈൻ പാടുമ്പോൾ പോലുമുള്ള ആ ഒരു പവർ ആണ് മിസ്സിങ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ലൈൻ മാത്രം ഒന്ന് പാടുക. ഉപ്പ് കറുവാട ഉറ വെച്ച സോറ്, ആ ഒരു ലൈൻ മാത്രം. ഉപ്പ് കറുവാട ഉറ വെച്ച ഒരു 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 ഫോഴ്സ് ഉണ്ട് അറിയാതെ തന്നെ. അപ്പോ ഒരു എന്താ പറയുന്ന ഒരു 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 ബലം തന്നെ വരണം അതിനകത്ത്. പാടുന്ന ഓരോ ലൈനിലും അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ ആ പാട്ടിൻ്റെ ആ ഒരു ഗുമ്മ് വരുന്നത്. ചെറുതായിട്ടും പറഞ്ഞ പോലെ ഗുമ്മ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു ശ്രീരാജിന് ഈ ഒരു എലമെന്റ് മിക്ക പാട്ടുകളിലും മിസ്സിങ് വരുന്നുണ്ട്. വളരെയധികം പോസിറ്റിവിറ്റി ഉണ്ട്. അതായത് എത്ര വേണമെങ്കിലും ഹൈ പിച്ചിലേക്ക് പോകാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നേരത്തെ ബീറ്റ് പാടിയ സമയത്തും ഈ ഒരു എലമെന്റ് തന്നെയാണ് അവിടെയും മിസ്സിങ് വന്നിട്ടുള്ള ഒരു പവർ കേട്ടോ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. മേ ബി നമുക്ക് കുറച്ചുകൂടി ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും ആ സാധനം കൊണ്ടുവരാനായിട്ട്. എക്സ്ട്രാ എഫേർട്ട് ഇട്ടോ എന്നാലും പ്രശ്നമില്ല കേട്ടോ. അപ്പം നമ്മളൊന്ന് മൈൻഡിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഇച്ചിരി അളവ് കുറവാണ്, അപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇച്ചിരി കൂടി കൂടുതൽ ഇടുന്ന പോലെ നമ്മൾ പാടുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ ഒരു ഫോഴ്സ്, ഒരു പവർ നമ്മൾ ഇടണം എന്നുള്ളൊരു സാധനം മുൻകൂട്ടി മൈൻഡിൽ കണ്ടിട്ട് പെർഫോം ചെയ്യാം. പക്ഷെ കുറേ ഭാഗങ്ങളൊക്കെ വളരെ രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. പിന്നെ അവർ ഡാൻസേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു, സൈഡിൽ ഒതുങ്ങി നിന്നൊക്കെ പാടാൻ പറ്റി. ഇല്ലായിരുന്നെങ്കിൽ എന്നാലോചിക്കേ, നിങ്ങൾ ഇത് പെർഫോം ചെയ്തിട്ട് ഈ ഒരു പാട്ടും കൂടി പാടുന്ന അവസ്ഥ. അപ്പം അത് ശ്രദ്ധിക്കുക കേട്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു അൽഫോൻസ് ഏട്ടൻ. മഹതി മാം. ശ്രീരാജ് ആൻഡ് രാഗപ്രിയ നന്നായി പാടി. താങ്ക് യു. ശ്രീരാജ് എനിക്ക് കുറേ ഭാഗങ്ങൾ നല്ല ഇഷ്ടമായി കേട്ടോ. ആസ് എൻ വെരി സ്യൂട്ടബിൾ സോങ് ഫോർ യുവർ വോയിസ്. ഒരു ബീറ്റിൻ്റെ ഒരു പാർട്ട് 2 എന്ന് പറഞ്ഞ പോലെയായിരുന്നു ടിംബർ. ലൈക്ക് മോസ്റ്റ് സിമിലർ അല്ലേ? ദ വേ യു ഹാൻഡിൽ ദറ്റ് സോങ് ഇസ് ഡിഫറെൻറ്റ്. പക്ഷെ അത്രയ്ക്കും റേഞ്ച് ഉണ്ട് ഈ പാട്ടിനും. ആൻഡ് മോർ ഓർ ലെസ് യു സാങ് വെരി നൈസ്ലി. താങ്ക് യു മാം. ആ പല്ലവിയിൽ സെത്തുവിഴ ആ തോണുതടി, ആ സസ്റ്റെയിനുള്ള ഒരു സ്ഥലം, ഒരു കോൺഫിഡൻസ് കുറവ് പോലെ എനിക്ക് തോന്നി. ഓക്കെ, സോ മോർ പഞ്ച് ഇൻ ദ വേ യു സേ. ആൻഡ് നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് സെഷൻസ് ഒക്കെ ആയില്ലേ, അത് കാരണം കുറച്ചും കൂടി കോൺഫിഡൻസ് ലെവൽ ആൻഡ് മോർ ത്രോ അവിടെ വേണമായിരുന്നു. ദെൻ എനിക്ക് ഇടയിൽ വന്ന ആ തേൻമൊഴിയെ that portion was brilliant. Thank you. Okay, full of life and it was splendid to listen. അതാണ് ഞങ്ങൾക്ക് ത്രൂ ഔട്ട് ദ സോങ് വേണ്ടത്. ഓക്കെ, സോ വാട്ട് യു റിക്വയർ ഇസ് മോർ കോൺസെൻട്രേഷൻ. ഓക്കെ, ശ്രീരാജ് ഒരു ബ്രില്യൻ സിംഗറാണ്. നമ്മൾ എത്രയധികം നല്ല പെർഫോമൻസസ് കണ്ടിട്ടുണ്ട്. സോ വാട്ട് യു റിക്വയർ ഇസ് ജസ്റ്റ് കോൺസെൻട്രേഷൻ, കോൺസെൻട്രേഷൻ, കോൺസെൻട്രേഷൻ. ആൻഡ് യുവർ മൈൻഡ് ഹിയർ. വേറെ എവിടെയോ എന്തോ ആണ് ആലോചിക്കുന്നത്, അതെന്താണെന്ന് നമുക്ക് അറിയില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഏതായാലും പിന്തുടരുന്നുണ്ടാവും. ഇവിടെ എനിക്ക് ഐ ക്യാൻ ഹിയർ ലാഫ്റ്റർ ഫ്രം ദീപു ആൻഡ് ഗാങ്. അവരായിരിക്കും അതിൻ്റെ ഏജൻസ്. ഓക്കെ, എനിവേസ് ഗുഡ് ലക്ക്. താങ്ക് യു ജഡ്ജസ്. ശ്രീരാജിന്റെ ഡുവറ്റ് പെർഫോമൻസിന് എത്ര മാർക്സ് ഉണ്ടെന്ന് ചോദിച്ചു നോക്കാം. ശരത് സർ. ശ്രീരാജ് സർ 22 മാർക്ക്. താങ്ക് യു സർ. 22 on 25. അൽഫോൻസ് ഏട്ടാ. 22.5.
താങ്ക് യു സർ. 22.5 on 25. Mahati ma'am. ഇവിടെയുള്ള ഓൾമോസ്റ്റ് ഓൾ മെയിൽ സിംഗേഴ്സ് ആർ ലൈക്ക് മൈ ബ്രദേഴ്സ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഐ ലവ് ടു ഹാവ് ബ്രദേഴ്സ് എന്ന്. ഈ ബ്രദറിന് കുറച്ച് കോൺസെൻട്രേഷൻ കുറവായി, അതുകൊണ്ട് ഓൺലി 22. 22 on 25. അപ്പോൾ ടോട്ടൽ 66.5 on 75. നല്ല സ്കോറാണ് ശ്രീരാജ്. അപ്പോൾ ജഡ്ജസ് പറഞ്ഞ പോലെ കുറച്ചുകൂടി കോൺസെൻട്രേഷൻ വേറെ എല്ലാം മാറ്റി വെച്ചിട്ട് ഇനി അങ്ങോട്ട് വന്ന് പെർഫോം ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് രാഗ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ആൻഡ് ശ്രീരാജിന് ഇത്ര നല്ല സപ്പോർട്ട് കൊടുത്തതിന് ഒത്തിരി നന്ദി. താങ്ക് യു. താങ്ക് യു. അടുത്ത പെർഫോമൻസിനായി സൗഭ്യ ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷെ അതിനു മുൻപ് വി ഹാവ് ടു ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്. സോ സ്റ്റേ ട്യൂൺ ടു സൂപ്പർ സ്റ്റാർ. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ. തേർഡ് സ്റ്റേജിലെ തേർഡ് പെർഫോമൻസിനായി സൗഭ്യ ഒരുങ്ങിയിരിക്കുകയാണ്. ഇൻ ദ റൗണ്ട് ഫോറിൻ ലാംഗ്വേജ് സോങ്സ്. സോ നമുക്ക് സ്വാഗതം ചെയ്യാം സൗഭ്യ ഓൺ ടു ദ സ്റ്റേജ് ഓഫ് സൂപ്പർ സ്റ്റാർ. ഫോറിൻ ലാംഗ്വേജ് സോങ്ങിൽ സെലിൻ ഡിയോന്റെ ന്യൂ ഡേ ഹാസ് കം എന്ന സോങ് ആണ് ഞാൻ പാടാൻ പോകുന്നത്. എല്ലാവരും എൻജോയ് ചെയ്യണം. The new day has come. The new day has come. I was waiting for so long for a miracle to come. Everyone's told me to be strong, hold, hold, and don't shed a tear through the darkness and good times, and the work make it through. And the world thought I had it all, but I was waiting for you. Hush, now I see light on the sky. Oh, it's almost blinding me. I can't believe I've been touched by an angel with love. Let the rain come down and wash away my tears. Let it fill my soul and drown my fears. Let it shadow the world for a new sun. A new day has come. A new day has come. Oh, where it was dark, now there's light. Where there was pain, now there's joy. Where there was weakness, and found my strength. Hold in the eyes of a boy. Hush, now I see light on the sky. Oh, it's almost blinding me. I can't believe I've been touched by an angel with love. Let the rain come down and wash away my tears. Let it fill my soul and drown my fears. Let it shadow the world for a new sun. A new day has
സൗഭ്യ, ചേച്ചി. നല്ല സ്വീറ്റ് ആൻഡ് സൂതിങ് ആയിരുന്നു കേൾക്കാൻ. ആദ്യമായിട്ടാണോ വെസ്റ്റേൺ പാടുന്നത്? അതെ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇതുവരെ പാടാത്തോണ്ട് ഭയങ്കര പേടിയുണ്ടായിരുന്നു, ടെൻഷനായിട്ട് എങ്ങനെയാ പാടാന്നുള്ള ഒരു. എങ്ങനെയോ പാടി തീർത്തല്ലേ? ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് ചോദിച്ചു നോക്കാം. ശരത് സർ. സൗഭ്യ, സാർ. ആദ്യമാണോ ഇങ്ങനെ ഒരു ബിഷപ്പ് പരീക്ഷ? ആണോ? അതെ. അങ്ങനെയാണെങ്കിൽ നന്നായിരുന്നു സൗഭ്യ. താങ്ക് യു സർ. ഒരു സുഖം ഉണ്ടായിരുന്നു മോളെ. എനിക്ക് ഇഷ്ടമായി, മോളെ പാടി ഇഷ്ടമായി. ഇത് ആദ്യമായിട്ട് പാടുകയല്ലേ, കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഒരു കുറേ കൂടെ അതിൻ്റെ ഒരു എന്താ പറയണ്ടേ, നോട്ട്സിൻ്റെ പെർഫെക്ഷൻ. ഇപ്പോൾ ശ്രുതി ചേരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നോട്ട് മാറി എന്നാണോ? നമ്മൾ ശ്രുതി അവിടെ ചേർന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള മീനിങ് എന്താണ്? ആ നോട്ടിൽ എത്താത്തോണ്ടായിരിക്കും. ഓ, അത് കുറച്ച് താണ്ടിപ്പോയാലോ? അപ്പോഴും നമ്മൾ പറയത്തില്ലേ ചേർന്നില്ലെന്ന്. നമ്മൾ ഈ ഒരു നോട്ട് തൊട്ട് അടുത്ത നോട്ട് വരെയുള്ള അതിനൊരു സഞ്ചാരം ഉണ്ടല്ലോ അല്ലേ? ഒരു 50 സെൻസ് നമ്മുടെ കണക്കിൽ പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഇടയിലാവുമ്പോഴാണ് ചേരാണ്ടാവുന്നത്. അല്ലെങ്കിൽ അടുത്ത നോട്ടായി പോയെന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് പാടണം കേട്ടോ. അതിനുള്ള ഒരു കൃത്യത വരുത്തിക്കൊള്ളുക. കഴിഞ്ഞ് നമുക്ക് എന്താ പറയണ്ട, ചിലർ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് ഗോചരമായത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതല്ല, ചെവി കൊണ്ട് കേട്ടാൽ മനസ്സിലാവുന്നത് ഒരു ഷഡ്ജവും അടുത്ത ചെറിയ ഋഷഭത്തിൻ്റെ ഇടയ്ക്കുള്ള പാതി വരെയുള്ള സഞ്ചാരത്തിലുള്ളത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. അല്ല 5 സെൻറ്റും 10 സെൻറ്റും ഒന്നും പെട്ടെന്ന് കാത് പിടിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലാകുമ്പോൾ നമുക്ക് അയ്യോ അത് ചേരുന്നില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. അത് കൃത്യമായിട്ട് അതൊന്ന് സൂക്ഷിച്ച് കണ്ട് കൈകാര്യം ചെയ്യുക കേട്ടോ. പക്ഷേ സൗഭ്യ പാടി എനിക്ക് ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. അൽഫോൺസ് ചേട്ടാ. സൗഭ്യ, സാർ. രസമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയും പറ്റും എന്നുള്ളത് മനസ്സിലായില്ലേ ഇപ്പോൾ ഈ ഒരു രീതിയിലും? അപ്പോൾ നമ്മൾ കേൾക്കുക കൂടുതൽ പല ജോണറിലുള്ള പാട്ടുകൾ, മ്യൂസിക് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളറിയാതെ ഇത് ജ്ഞാനം വർദ്ധിക്കും. അപ്പോൾ അത് ഈവൻ കർണാട്ടിക്കിലുള്ള സിംഗിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ലൈറ്റ് ആണെങ്കിലും എന്ത് പാടുമ്പോഴും നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഗുണം നമ്മുടെ ഉള്ളിലുണ്ടാവും തീർച്ചയായിട്ടും കേട്ടോ. പിന്നെ എനിക്ക് ആ കൂടെ കുറച്ച് കാര്യങ്ങൾ, പിച്ചിൻ്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ചേട്ടൻ പറഞ്ഞു തന്നു. അതുപോലെ ചില വാക്കുകൾ പറയുന്നതിനകത്ത് വാസ്, ആ ലൈൻ എന്തായിരുന്നു? ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. അപ്പം അത് വാസ് എന്നാണ് പറഞ്ഞത്, മോള് പറഞ്ഞത്. അപ്പം അതുപോലെ പിന്നെന്തായിരുന്നു? ബ്ലൈൻഡിങ്ങോ ബ്ലൈൻഡിങ് മീ. അത് പാടിയ സമയത്ത് വേറെന്തോ പറഞ്ഞേ, ബ്ലൈൻഡ് ദം മീന്നോ അങ്ങനെ എന്തോ, അങ്ങനെ കേട്ടത് പുറത്തോട്ട്. അപ്പം അതുപോലെ ലവ് എന്ന് പറഞ്ഞത്, ലവ്. അത് വി പറയുമ്പോഴത്തേക്കും ഒരു വി, അത് കുഴപ്പമില്ല, അത് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷെ അത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അത് എന്താ ഇപ്പം നമ്മൾ സാധാരണ നമ്മളിപ്പം ഇംഗ്ലീഷ് അറിയാത്തവർ ഇംഗ്ലീഷ് പാട്ട് പഠിക്കുമ്പോഴത്തേക്കും ചെയ്യാവുന്ന ഒരു നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ലിറിക്സ് നോക്കാൻ പാടില്ല. ആദ്യം എന്താണോ കേൾക്കുന്നത് അത് എഴുതുക. ചിലപ്പോൾ ഒരു അർത്ഥമൊന്നും ഉണ്ടാവില്ല, ഒരു എന്താ പറയുക, ഒരു ഭാഷയൊന്നും ഇല്ലാത്തൊരു സംഭവം ചിലപ്പോൾ നമുക്ക് കിട്ടും. നമ്മൾ കേൾക്കണത് ഒന്ന് എഴുതുക, എന്നിട്ട് ആ സൗണ്ട് ചെയ്യണത് ഒറിജിനൽ ലിറിക്സ് ആയിട്ട് വെച്ച് നോക്കുക. ഇതെങ്ങനെയാണ് ആ ഒരു ശബ്ദത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതൊന്ന് ഒത്തു നോക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്കറിയാം ചില സൗണ്ടുകൾ അതിനകത്ത് അവർ പുറത്തേക്ക് വിടുന്നില്ല, അറിയാതെ ലോപിച്ചു പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന ആ ഒരു കൃത്യമായിട്ടുള്ളൊരു ഇംഗ്ലീഷ് വേർഡിൽ ചില ശബ്ദങ്ങൾ കേൾക്കുന്നില്ല. അപ്പം അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഫോണിക്സിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകാതെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കാര്യം, ഞാൻ അങ്ങനെ ആദ്യം പഠിച്ച് തുടങ്ങിയത്, പിന്നീടാണ് അതിൻ്റെ ലേറ്റ് ഇതിലേക്ക്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കേൾവിയിൽ അതിനെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഒരു വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തോന്നിയത്. പക്ഷേ സൗഭ്യയുടെ പാട്ട് എനിക്കിഷ്ടമായി ശരിക്കും പറഞ്ഞാൽ. കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ എൻജോയ് ചെയ്തു ശരിക്കും.
ഒരു പക്ഷേ സൗബി ഇതുവരെ ഇങ്ങനെ പാടി കേൾക്കാത്തതുകൊണ്ടായിരിക്കാം. ആദ്യമായിട്ട് ഇങ്ങനെ സൗബിയുടെ ഭാഗത്തു നിന്നൊരു വേറെ, എന്നാൽ കുറേ ചില ലൈനുകളൊക്കെ വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശരിക്കും അത് ഐ റിയലി വോണ്ട് ടു അപ്രിഷിയേറ്റ് യു അതിന്, ആ ഒരു പ്രയത്നത്തിന് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. വളരെ ചുരുങ്ങിയ സമയത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലേ, വളരെ നല്ല കാര്യം കേട്ടോ. ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. മഹതി മാം. വെരി ഗുഡ് സൗഭ്യ. താങ്ക് യു മാം. നിങ്ങളുടെ എല്ലാവരുടെ എഫേർട്സിനും ശരിക്കും ഇറ്റ്സ് വെരി സർപ്രൈസിങ്, വെരി നൈസ് ടു നോ. അതായത് നിങ്ങൾ ഇത്രയും ചുരുങ്ങിയ ഒരു പീരിയഡിൽ ഒരു അറിയാത്തൊരു ഭാഷ എടുത്ത് പഠിച്ചു, അറബി പഠിച്ചു, എന്തോ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ഒരു പാട്ട് ഇത്രയും നന്നായിട്ട് പാടാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ടഫ് ജോബ്. വെരി ഗുഡ് ഫോർ ദാറ്റ്. എനിക്ക് ഏറ്റവും സൗഭ്യ പാടിയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു ലൈൻ ഐ ക്യാൻ ബിലീവ്. ഐ ക്യാൻറ്റ്, നമ്മൾ ഐ കാൺട്ട് എന്നൊക്കെയല്ലേ പറയുക, പക്ഷേ അതിൽ യുനോ ഇംഗ്ലീഷ് ടിഞ്ച് വരുമ്പോൾ ഐ ക്യാൻറ്റ് ബിലീവ്. അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു സൗഭ്യയുടെ വോയിസിൽ കേൾക്കാൻ. കുറേ പോർഷൻസ് നന്നായിട്ട് പാടി, കുറേ പോർഷൻസിൽ സൗഭ്യയ്ക്ക് തന്നെ ഒരു ക്ലാരിറ്റി കുറവ്, ഇതന്നെയാണോ കൃത്യമായിട്ട് പാടേണ്ടത് എന്ന് പറഞ്ഞൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് യുവർ ടോൺ, ഇപ്പോഴാണ് സൗഭ്യയുടെ നാച്ചുറൽ ടോൺ ഓഫ് യുവർ വോയിസ് ഇസ് കമ്മിങ് ഔട്ട്. അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ. ഓക്കെ, സോ കീപ്പ് ഇറ്റ് അപ്പ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പഠിക്കാൻ. സോ ഗെറ്റ് ഹെൽപ്പ്. ജസ്റ്റ് ബ്ലൈൻഡ് ആയിട്ട് ഇംഗ്ലീഷ് പാട്ട് പാടണം എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്തു, ഒരു പാട്ട് കിട്ടി, അങ്ങനെ അത് പഠിച്ചു വന്നു. അങ്ങനെ അല്ലാണ്ട് അറിയുന്നവരടുത്ത് ചോദിക്കുക. ഇവിടെ അൽഫോൻസ് ചേട്ടൻ ഇല്ലേ? അൽഫോൻസ് ചേട്ടനുണ്ട്. ഇങ്ങനെ കുറേ പേര് ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. യുവർ ഗ്രൂമർ ഇസ് ദെയർ. ദെൻ ലോട്ട് ഓഫ് അതർ പീപ്പിൾ, ഫ്രണ്ട്സിൻ്റെ അടുത്ത് സജഷൻ ചോദിക്കുക, ഇത് പറ്റുന്ന പാട്ടാണോ നമുക്ക് പാടേണ്ടത്. സോ യുവർ ബെസ്റ്റ് ഇതിൽ കൊടുക്കാൻ പറ്റുമോ അത് ചൂസ് ചെയ്യുക. ദിസ് വാസ് എ വെരി നൈസ് ചോയ്സ്, ബട്ട് യു കുഡ് ഹവ് ഡൺ ഇറ്റ് മച്ച് ബെറ്റർ. ഓക്കെ, ബട്ട് ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. വേ ടു ഗോ. താങ്ക് യു ജഡ്ജസ്. സൗഭ്യയുടെ ഈ ഫോറിൻ ലാംഗ്വേജ് സോങ്ങിന് എത്ര മാർക്സ് കിട്ടും എന്ന് ചോദിച്ചു നോക്കാം. ശരത് സർ. സൗഭ്യ സർ 21.5 മാർക്ക്. താങ്ക് യു സർ. 21.5 on 25. അൽഫോൻസ് ചേട്ടാ. സൗബിയ, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് സൗബിയുടെ ഈ പെർഫോമൻസ് കണ്ടിട്ട്. 21.5. താങ്ക് യു സർ. 21.5 on 25. മഹതി മാം. 21.5 സൗബിയ. 21.5 on 25. ടോട്ടൽ 64.5 on 75. കുഴപ്പമില്ല, ആദ്യമായിട്ടാണ് വെസ്റ്റേൺ പാടുന്നത്, അപ്പം അതിൻ്റെതായ ചെറിയ മിസ്റ്റേക്സ് ആണെന്ന് ജഡ്ജസ് പറഞ്ഞു. ഇനി അങ്ങോട്ടുള്ള റൗണ്ട്സ് നന്നായി പ്രാക്ടീസ് ചെയ്ത് നന്നായി പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് സൗഭ്യ. താങ്ക് യു ചേച്ചി. ഇന്നത്തെ ലാസ്റ്റ് പെർഫോമർ ശ്രീരേഖയാണ്. പക്ഷെ അതിനായി ചെറിയൊരു കാത്തിരിപ്പിന്റെ ആവശ്യമുണ്ട്. സോ ഡോണ്ട് ഗോ എനിവേ. വിൽ ബി റൈറ്റ് ബാക്ക് ഓൺ സൂപ്പർ സ്റ്റാർ. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ. ശ്രീരേഖയാണ് അടുത്തതായി പാടാൻ ഒരുങ്ങിയിരിക്കുന്നത്. തേർഡ് സ്റ്റേജിലെ അവസാന പെർഫോമൻസ് ആണ് ശ്രീരേഖയുടേത്. സോ ലെറ്റ്സ് വെൽക്കം ശ്രീരേഖ ഓൺ ടു ദ സ്റ്റേജ് ഓഫ് സൂപ്പർ സ്റ്റാർ. ഫോറിൻ സോങ്സിൽ ട്രൂ ബ്ലൂ എന്ന ആൽബത്തിലെ ലൈസ്ല ബോണിറ്റ എന്ന സോങ്ങാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ സെലക്ഷനാണ്. ടെൻഷൻ ഉണ്ട്, നല്ലതുപോലെ പാടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എനിക്കുവേണ്ടി പ്രാർത്ഥിക്കുക. This is when I long to
to be La Isla Bonita. And when the samba played, the sun would sit so high, ring through my ears and sing my you Spanish lullaby. I fall in love with San Pedro. Warm and carried on the sea, called to me, Titi ho, ti amo. I prayed that the days would last, that went so fast. Tropical, the island breeze, all of that so wide and free. This is when I long to be, La Isla Bonita. And when the samba played, the sun would sit so high, ring through my ears and sing my you Spanish lullaby. I want to be where the sun warms the sky, where the time for siesta, you can watch them go by. Beautiful faces, no cares in this world. What a girl loves a boy and a boy loves a girl. Last night I dreamt so San Pedro. It all seems like yesterday, not far away. Tropical, the island breeze, all of nature wide and free. This is when I long to be, La Isla Bonita. And when the samba played, the sun would sit so high, ring through my ears and sing my you Spanish lullaby. Tropical, the island breeze, all of nature wide and free. This is when I long to be, La Isla Bonita. And when the samba played, the sun would sit so high, ring through my ears and sing my you Spanish lullaby. Oh, oh, La Isla Bonita. Oh, oh, you Spanish lullaby, you Spanish lullaby. ഇതൊക്കെ എന്താ പറയണ്ട, ആ ഒരു കുട്ടിത്തം ഉണ്ട് മോക്ക്, അത് കുറേ ഇഷ്ടമാണ്. അവിടുന്ന് നടന്നു വന്ന മറ്റേ ഐറ്റമാണോ, കാറ്റോക്കാണോ കാണിച്ചത് ആദ്യം മോള് വന്നപ്പോൾ? അതാണെന്നും പറഞ്ഞ് നടന്നില്ല. കൊള്ളാം. താങ്ക് യു. ഇവിടെ ക്ലാസിക്കൽ പാടിക്കൊണ്ട് നടന്ന ഒരു കുട്ടി കണ്ണിൻ്റെ മേളിൽ പച്ച കളറും ഒക്കെ തേച്ച്, പക്ഷെ രസമുണ്ട് കേട്ടോ മോളെ. അത് എനിക്കിഷ്ടമായി, നീ പാടി എനിക്കിഷ്ടമായി. ആദ്യമായിട്ടാണോ ഇങ്ങനൊരു ശ്രമം? അതെ സാർ. ആ, അത് കുഴപ്പം. നമ്മളിപ്പം നമ്മുടെ പുതിയ ജോണേഴ്സ് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അത് കുറേയും കൂടെ നമ്മൾ അത് എന്താ പറയണ്ട, അതിൻ്റെ ഒരു ജീവൻ സോള് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് സമയം വേണം അല്ലേ മോളെ? അപ്പോൾ അതിനുള്ള സമയം കിട്ടുമ്പോൾ മോൾ അസാധ്യമായിട്ട് പാടും ഉറപ്പായിട്ട് കേട്ടോ. അതിനുള്ള കാര്യം വയസ്സ് അത്രയല്ലേ ഉള്ളൂ, 6-7 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ അത് പഠിച്ച് വരുമ്പോഴത്തേക്ക് ശരിയായിക്കോളും കേട്ടോ. അത് ശരിയാക്കുക. എനിക്ക് മോള് പാടിയത് എനിക്കിഷ്ടമായി. ഒരു സ്പാനിഷിലല്ലേ കേട്ട് ഉറങ്ങി. ഇത് ആരുടെയാണ് അതൊക്കെ പറയൂ, ഡീറ്റെയിൽസ് ഒക്കെ പറയൂ കേട്ടെ. ഇത് പാടിയിരിക്കുന്നത് മഡോണ, ട്രൂ ബ്ലൂ എന്ന് പറഞ്ഞൊരു ആൽബത്തിലെ സോങ് ആണ്. ഓക്കെ, വെരി ഗുഡ്, കൊള്ളാം. നല്ലൊരു ഐറ്റം ആയിരുന്നു അത് കേട്ടോ. അപ്പം മോളെ അതിനുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് അതങ്ങ് മറക്കാം. ഇപ്പോൾ ചില ഏരിയ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഗുഡ്, കൂൾ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ഏട്ടാ. ശ്രീരേഖ, എന്താണെങ്കിലും ആദ്യമായിട്ട് ഈ ഒരു കോസ്റ്റ്യൂം ആരാ ഡിസൈൻ ചെയ്ത്? അമ്മയുടെ സെലക്ഷൻ ആണോ? അടിപൊളി, താങ്ക് യു സർ. നന്നായിട്ടുണ്ട്. സിമ്പിൾ സോങ് ആണ്, പക്ഷെ അതിനകത്ത് എന്നാൽ നമ്മൾ ആദ്യമായിട്ട് പാടുമ്പോൾ എന്നാൽ ശ്രദ്ധിക്കും വേണം, അങ്ങനെ ഒരു കാര്യമുണ്ട് അതിനകത്ത്. ഇതെല്ലാം ഒരു പാഠങ്ങളാണ് അല്ലേ? നമുക്ക് പുതിയൊരു സംഭവം, പുതിയൊരു വേൾഡ് നമ്മളുടെ മുൻപിൽ ഇങ്ങനെ തുറന്നു നിൽക്കുമ്പോൾ
കുറേശ്ശെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഓക്കെ. അപ്പം അത് നമുക്ക് പിന്നെ നമ്മൾ നെക്സ്റ്റ് ടൈം ഒരു ഇതുപോലെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ട്രൈ ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മുടെ കൂടെ മുതൽക്കൂട്ടായിട്ടുണ്ടാവും. ഈ ജ്ഞാനം നമ്മുടെ കൂടെ ഉണ്ടാവും, പോകുന്ന വഴിയല്ല. അപ്പം മാക്സിമം കളക്ട് ചെയ്യുക അങ്ങനത്തെ ഇൻഫർമേഷൻസ് എല്ലാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു അൽഫോൻസേട്ട. മഹതി മാം. വെരി ഗുഡ് ശ്രീരേഖ. താങ്ക് യു മാം. ഇങ്ങനെ ക്ലാസിക്കൽ മാത്രം പാടി നടന്ന ഒരു ശ്രീരേഖ ഇങ്ങനെ മഡോണയുടെ ഒരു പാട്ടും പഠിച്ച് ഒരു ക്യാറ്റ് വാക്ക് ഒക്കെ ചെയ്ത് വന്ന് ഈ പാട്ടൊക്കെ പാടിയത് ഏതായാലും എനിക്കിഷ്ടമായി. നമുക്കറിയാത്തൊരു ഭാഷ നമ്മൾ പഠിച്ചു. ഒരു 3 ആഴ്ചയായിട്ട് നിങ്ങൾ ഈ പാട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാണ്. എന്നാലും ആ വാക്കുകളുടെ ഒരു ബുദ്ധിമുട്ട് അതിങ്ങോട്ട് കയറി വന്നു. ആൻഡ് അതർവൈസ് ഐ ലൈക്ഡ് ഇറ്റ്. കുറച്ചും കൂടി യുനോ ആ പാവാടയും ബ്ലൗസും ഒക്കെ ഇനിയും കുറച്ചും കൂടി ഗൗണിലേക്ക് ഇങ്ങനെ വരാനുണ്ട്. എനി ഹൗ ഇറ്റ്സ് എ ഗുഡ് ട്രാൻസ്ഫോർമേഷൻ. ഓവർനൈറ്റ് നമുക്കത് നടത്താൻ പറ്റില്ല. സോ കീപ് ട്രൈങ്. ഓക്കെ, ബട്ട് വെരി കമൻഡബിൾ ഇങ്ങനൊരു പാട്ടെടുത്തതിന്. വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇത് അത്രയ്ക്ക് ആറ്റിറ്റ്യൂഡൊക്കെ ഒരു സോഫ്റ്റ് സോങ് ആണ്. ലല്ലബായ് എന്ന് പറയുമ്പോൾ താരാട്ട് പാട്ട്. പക്ഷെ പിക്ചറൈസേഷൻ കണ്ടാൽ ഇത് താരാട്ടാണോ എന്ന് നമ്മൾ ചോദിച്ചും പോവും അല്ലെ? കണ്ടോ പിക്ചറൈസേഷൻ? കണ്ടോ? ജനലിൽ നിന്ന് പുറത്ത് നോക്കി പാടുന്ന പാട്ട്. എനിഹോ സോ അതങ്ങനെ ലല്ലബി എന്നും പറയാൻ പറ്റില്ല. ഒരു സോഫ്റ്റ് സോങ്. സോ അതിന് ഓൾറെഡി ലെസ് എക്സ്പ്രഷൻസ് ആണ്. നമ്മളൊരു കോമ്പറ്റീഷനിൽ പാടുമ്പോൾ അതിന് നമ്മുടേതായിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസ് നമ്മൾ കൊടുക്കണം. ആദ്യം നിങ്ങളെ ഭാഷ കംഫർട്ടബിൾ ആയാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ കീപ് ലിസണിങ് ടു ലോട്ട് ഓഫ് അതർ ജോണേഴ്സ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് യു. താങ്ക് യു. താങ്ക് യു ജഡ്ജസ്. ശ്രീരേഖയുടെ ഈ ഇംഗ്ലീഷ് സ്പാനിഷ് മിക്സ് സോങ്ങിന് എത്ര മാർക്സ് കിട്ടിയെന്ന് ചോദിച്ചു നോക്കാം. ശരത് സർ. ശ്രീരേഖ സർ. 19.5. താങ്ക് യു സർ. 19.5 on 25. അൽഫോൻസേട്ട. ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ ഇതൊരു ചവിട്ടുപിടിയായിട്ട് എടുക്കുക കേട്ടോ. I give you 20 marks. താങ്ക് യു സർ. 20 on 25. മഹതി മാം. ശ്രീരേഖ 20. താങ്ക് യു മാം. 20 on 25. ടോട്ടൽ 59.5 on 75. ശ്രീരേഖയുടെ 3 പെർഫോമൻസസും കഴിഞ്ഞല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഈ സ്റ്റേജ് ശ്രീരേഖയ്ക്ക്? 3 റൗണ്ട്സിൽ 2 റൗണ്ടും ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നതായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാണ്ട് ഭയങ്കര ഇൻസ്പയർഡ് ആയല്ലേ? 2 പുതിയ ജോണേഴ്സിൽ പാടാൻ പറ്റി. ഇനി അങ്ങോട്ട് എല്ലാ ജോണേഴ്സിലുള്ള പാട്ടുകളും ലിസൺ ചെയ്ത് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ദി ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഇസ് ടു ലവ് ആൻഡ് ബി ലവ്ഡ്. ആ സ്നേഹം എന്നും നമ്മൾ നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ നല്ല പെർഫോമൻസസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അഡിയോസ് അമീഗോസ് ഫ്രം ദ ഹോൾ ടീം ഓഫ് സൂപ്പർ സ്റ്റാർ.